ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ ബിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ HSST എക്സാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഫേസിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആൻഡ് ഇന്റർവ്യൂ, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ HSST നമുക്കറിയാം, കുറേ പേര് അപ്ലൈ ചെയ്തു, കുറേ പേര് എക്സാം എഴുതി. എന്നാൽ PSC എന്ത് ചെയ്തു? വളരെ ചെറിയ ഒരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് വളരെ ചെറുതാണ് എന്ന് പറയാൻ കാരണം? ചിലപ്പം കുറച്ചുകൂടെ വലിയ, എന്നാലും കമ്പാരിറ്റീവ്ലി എല്ലാ പ്രാവശ്യത്തെയും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ചെറിയ ഒരു ലിസ്റ്റാണ്. എന്താ ലിസ്റ്റിന് കാരണം ഈ എക്സാമിൽ നമുക്കറിയാം ഇപ്പോൾ ഇഷ്ടം പോലെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഏറ്റവും നല്ലൊരു ലിസ്റ്റ് വരിക, ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കൊടുക്കുക, മാക്സിമം ആൾക്കാരെ ജോലിയിൽ ഉൾപ്പെടുത്തുക, ഇതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നീടുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ലിസ്റ്റിനെ ഇങ്ങനെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ലിസ്റ്റിലുള്ളവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ വന്നിരുന്ന ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾ ഒരിക്കലും എന്തിലേക്ക് പോകാതിരിക്കുക, പുറകിലേക്ക് പോകാതിരിക്കുക. മാക്സിമം മാർക്ക് ഇവിടെ സ്കോർ ചെയ്യുക. ഓരോ മാർക്കും 0.33 മാർക്ക് വളരെ വാല്യുബിൾ ആണ്. അതുകൊണ്ട് ഇത് ഞാൻ ലിസ്റ്റിലുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പോയി പറയാം എന്ന രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതിനെ കാണരുത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ലിസ്റ്റ്, ഇപ്പോൾ ഉള്ള ലിസ്റ്റിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വന്നിട്ടുണ്ട് ജൂനിയർ എന്ന് പറയുന്നത്. അതിൽ 9 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. സപ്ലിമെൻ്ററിയിൽ 31 പേര്, ഭിന്നശേഷി ലിസ്റ്റിൽ 2 പേരുണ്ട്. അങ്ങനെ ആകെ 42 പേരാണ് ആ ലിസ്റ്റിലുള്ളത്. അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 42 തന്നെയാണ്. സുവോളജിയുടെ ജൂനിയറിൽ വരുന്നത്, ജൂനിയറിൽ 69 പേരാണ് ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിലുള്ളത്. 93 പേര് സപ്ലിമെൻ്ററിയിലുണ്ട്, 7 പേരാണ് ഭിന്നശേഷിയുടെ ലിസ്റ്റിലുള്ളത്. അങ്ങനെ 169 പേരുടെ ഒരു ലിസ്റ്റാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മുടെ സുവോളജി വന്നിരിക്കുന്നത്. അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്ര, 60.33 ആണ്. ഈ ലിസ്റ്റിലൊക്കെ ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ഒരു റോള് വഹിച്ചതെന്ന് പറയുന്നത് ആ GK പാർട്ടാണ്. പാർട്ട് A പാർട്ട് തന്നെയാണ്. അവിടെ പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് ഏതൊരു കോമ്പറ്റിറ്റീവ് എക്സാം എഴുതുമ്പോഴും ഞങ്ങളൊക്കെ ഒരുപാട് തവണ പറഞ്ഞിരുന്ന കാര്യമാണ്, നിങ്ങൾ ഈ പാർട്ട് Aക്ക് നല്ല പ്രാധാന്യം കൊടുക്കണം. ലിസ്റ്റിൽ വരണമെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം. ഇനി നോക്കിക്കേ, ജിയോളജി 15 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, 15 പേര് സപ്ലിമെൻ്ററിയിലുണ്ട്. അങ്ങനെ 30 പേരാണുള്ളത്. അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 37.67 ആണ്. ജിയോളജിക്ക് ജൂനിയർ ഉണ്ട്, അതിന് 10-14 ആ റേഷ്യോയിലാണ്. അതങ്ങനെ 24 പേര് 42.67. കന്നഡ 10-25, 1-36 36 അതിൻ്റെ ആൾക്കാരുള്ളത്. 38 മാർക്കാണ് കട്ട് ഓഫ്. സംസ്കൃതം 36-50, 1. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക, 87 പേരാണ് ആ ലിസ്റ്റിലുള്ളത്. 38.33 ആണ് അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നത്. ജോഗ്രഫിക്ക് 22, 52, 2, 76, 65.67. ഫിസിക്സ് 28, 61 പേര് സപ്ലിമെൻ്ററിയിലുണ്ടായിരുന്നു, 14 പേര് ഭിന്നശേഷി കാറ്റഗറിയിലുണ്ട്. അങ്ങനെ ആകെ 103 പേരുടെ വന്നു. 46 മാർക്കാണ് കട്ട് ഓഫിൽ വന്നിരിക്കുന്നത്, 46 മാർക്ക്. മാത്സിലാണ് വലിയ ലിസ്റ്റ് ഉള്ളത്. 100 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, 110 പേര് സപ്ലിമെൻ്ററിയിലുണ്ട്, ഭിന്നശേഷിയിൽ 10 പേരുണ്ട്. അതോടൊപ്പം അങ്ങനെയുള്ള ഒരു 220 പേരുടെ ലിസ്റ്റ്. മാത്സിന് 48.33 ആണ് കട്ട് ഓഫിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് ഇപ്പം തന്നിരിക്കുന്ന ലിസ്റ്റിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, 100 പേര് മാത്സിന് നിങ്ങളുടെ മെയിൻ ലിസ്റ്റിലുണ്ട്, 110 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ട്. അപ്പം എങ്ങനെ 210 പ്ലസ് ഇവിടെ ഒരു 10 പേരും കൂടെ ഇൻ്റർവ്യൂവിന് വരികയാണ്. അവിടെ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെന്ന് പറഞ്ഞ് വിചാരിച്ച് മാറി നിൽക്കുന്നതാണ് ടേണിലാണ് എപ്പോഴും PSC വിളിക്കുന്നത്, അല്ലേ? അപ്പം ടേണിലാണെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക, അല്ലേ? സോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിരിക്കണം പഠിക്കേണ്ടത് ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്കറിയാം HSST ഇൻ്റർവ്യൂസ് കഴിഞ്ഞ കുറേ വീഡിയോസ്, ഞാൻ ആ വീഡിയോസിനെ പറ്റുന്നതിൻ്റെയൊക്കെ ബട്ടൺ പ്ലേ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ലിസ്റ്റിലുള്ളവർ അവരുടെ ഇൻ്റർവ്യൂ ടിപ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും അവർ പറഞ്ഞ് നമ്മളോടുള്ള ഒരു അറിവിൻ്റെ ബേസിൽ ഞാൻ പറയുകയാണ്, HSST ഇൻ്റർവ്യൂവിന് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇതിനെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരട്ടെ, ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷൻ തുടങ്ങാം എന്ന് കാണുകയേ ചെയ്യരുത്. സിലബസ് വെച്ച്
മെയിൻസിന് പഠിച്ചതുപോലെ തന്നെ സബ്ജക്റ്റ് ഒന്നും കൂടെ പഠിക്കുക. അതേ രീതിയിൽ തന്നെ സബ്ജക്റ്റ് നല്ല തറോ പഠിക്കണം. ആ സബ്ജക്റ്റിലുള്ള എത്ര മോഡ്യൂൾസ് ആണോ, നിങ്ങൾക്ക് 7 മോഡ്യൂളാണോ ഉള്ളത്, ആ മോഡ്യൂൾ അല്ലെ 10 മോഡ്യൂളാണോ, ആ 10 മോഡ്യൂളിൽ നിന്ന് 7 മോഡ്യൂളിൽ നിന്നും കംപ്ലീറ്റ് കാര്യങ്ങളും വീണ്ടും പോർഷൻ വൈസ് പഠിക്കണം. സബ്ജക്റ്റ് നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഭാഗ്യമൊക്കെ പോലെ ഇരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നമ്മുടെ ഫിസിക്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു. അത് കൊച്ചി വെച്ചാണെങ്കിൽ സ്വാഭാവികമായിട്ടും PSC ബോർഡിലേക്കൊക്കെ ഉൾപ്പെടുത്തുന്ന പ്രഗത്ഭരെന്ന് പറയുമ്പം ആരായിരിക്കും? ക്യുസാറ്റോ അല്ലെങ്കിൽ ക്യുസാറ്റിൽ നിന്നായിരിക്കും. ആ യൂണിവേഴ്സിറ്റി എവിടെയാണോ ആ യൂണിവേഴ്സിറ്റിയിലുള്ള ആളായിരിക്കും വരുന്നത്, അല്ലെ? ഇപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ വീണ്ടും കുറേ കൂടെ ഓപ്ഷൻസ് ഉണ്ട്. ISR ഉണ്ട്, VLCC ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് അവിടെ വീണ്ടും ഉണ്ട്, അല്ലെ? അപ്പൊ അതിലേതെങ്കിലും ഒരു പ്രഗത്ഭരായ ആൾക്കാരെ ആയിരിക്കും അവർ ഉൾപ്പെടുത്തുക. അപ്പൊ അവരുടെ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അവർക്കിപ്പോൾ കൂടുതൽ സ്റ്റഡീസ് ഏതിനാണോ വരുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് ആണ്, പുതിയ ടെക്നിക്ക് ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്. ഇനി അവരുടെ ഒരു നോളജ് ഉണ്ടാവുമല്ലോ, അവർ സ്വാഭാവികമായിട്ടും അവരുടെ നോളജ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു നോളജിനെ അവർ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യണമല്ലോ. അതിലെപ്പോഴും റിസർച്ച് ചെയ്യുന്നവരും PhD ചെയ്യുന്നവരും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പഠനം ഏതിലാണോ ഉള്ളത്, നിങ്ങൾ എന്തൊക്കെ പബ്ലിക്കേഷൻസ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സ്ട്രാറ്റജീസും അവർ ചോദിക്കും. ജേണൽസ് ആയാലും ഒക്കെയും അവർ ചോദിക്കും. പിന്നെ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് അപ് ടു ഡേറ്റ് വിവരങ്ങൾ നിങ്ങൾ അറിയും. കാരണം നിങ്ങളൊരു റിസർച്ച് ഹോൾഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു PhD കഴിഞ്ഞു നിങ്ങളൊരു ഡോക്ടറേറ്റ് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രബന്ധവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയും അടുത്തത് ഇവിടെ ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ക്ലാസ് എടുക്കാൻ ആരോടും HSST പറയില്ല. അപ്പോൾ HSST എന്തായിരിക്കും? ആ സമയം കൂടെ നമ്മുടെ ഇൻ്റർവ്യൂസ് ആയിരിക്കും. മാക്സിമം 15 തൊട്ട് ഒരു 20-25 മിനിറ്റ് വരെയാണ് ഡ്യൂറേഷൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കഴിഞ്ഞ തവണകളിലൊക്കെ നടന്ന ഇൻ്റർവ്യൂസിനെ ബേസ് ചെയ്ത്. അപ്പം അവിടെ നിങ്ങളുടെ ഫസ്റ്റ് പരിഗണന ബയോഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോഡേറ്റ പ്രോപ്പറായിട്ട് എങ്ങനെ ഫില്ല് ചെയ്യണം, എങ്ങനെയാണ് പ്രിപ്പറേഷൻ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബയോഡേറ്റ ബേസ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ പറഞ്ഞു തരും. നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ക്ലാസ്സുകളായിട്ട് തന്നെ എടുത്തു കൊടുക്കും. ബയോഡേറ്റ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, ബയോഡേറ്റയിൽ ഓരോ ഫോർമാറ്റും ഏത് രീതിയിലൊക്കെ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാവുന്നത്. നിങ്ങൾ മാക്സിമം ഡെമോസ് അറ്റൻഡ് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ ഈ ഇൻ്റർവ്യൂസിന്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് 1 ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. പാർട്ട് 1 ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ GK പേപ്പർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ GKയിൽ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇൻ്റർവ്യൂവിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനെപ്പറ്റി നമ്മളോട് ചോദിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ HSST തിരഞ്ഞെടുക്കുന്നത്, പിന്നെ അങ്ങനെ ചോദിച്ചു വരുമ്പോൾ പുതിയ എന്തിനെപ്പറ്റി ചോദിക്കാനുള്ള കാരണമുണ്ട്? കറണ്ട് എഡ്യൂക്കേഷനെ പറ്റി, അതിൻ്റെ എഡ്യൂക്കേഷൻ ടോപ്പിക്കുകളെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് NEP അല്ലേ, NEPയെ പറ്റി, NCFനെ പറ്റി, ഡിജിറ്റൽ ലേണിങ്ങിനെ പറ്റി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡിജിറ്റൽ ലേണിംഗ്, പിന്നെന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റി, ക്ലാസ് റൂം മാനേജ്മെൻറ്റിനെ പറ്റി, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനെ പറ്റി, അല്ലെ? ഇതൊക്കെ നമുക്ക് നടത്താൻ സാധാരണയായി ചോദിക്കുന്നതാണ്. പിന്നെ പെഡഗോജി ആൻഡ് ടീച്ചിങ്ങിനെ പറ്റി, അല്ലെ? ടീച്ചിങ് ലേണിങ്ങിനെ പറ്റി, അതായത് എന്താണ് CBE, എന്താണ് അതായത് പെഡഗോജി ബേസ്ഡ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനെ പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനി അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ പാർട്ടിൽ ചോദ്യങ്ങൾ ഉണ്ടാകാം. എഡ്യൂക്കേഷൻ ഇൻ ടെക്നോളജി, AI ഇൻ എഡ്യൂക്കേഷൻ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഏരിയയാണ് AI ഇൻ്റെ എഡ്യൂക്കേഷന്. അതുപോലെ തന്നെ ICT ഞാൻ ഓൾറെഡി പറഞ്ഞു, ICT ബേസ് ചെയ്ത്. അതുപോലെ തന്നെ ലേണിംഗ് മാനേജ്മെന്റ് ടൂൾസിനെ പറ്റി പുതുതായിട്ടുള്ളത്, വെർച്വൽ ലാബ്സ്, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. AR VR എഡ്യൂക്കേഷനിൽ, അതൊക്കെ പുതിയ ഡിജിറ്റൽ ടെക്നോളജിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ദെൻ ഇൻക്ലൂസീവ് ആൻഡ് സ്റ്റുഡൻറ് സപ്പോർട്ടിനെ പറ്റി, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്, അങ്ങനെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ജെൻഡർ സെൻസിറ്റിവിറ്റി, സോഷ്യൽ ഇമോഷണൽ ലേണിംഗ്, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും. ക്ലാസ് റൂം മാനേജ്മെന്റിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ഉണ്ടാകാം. വാല്യൂസ് ആൻഡ് എത്തിക്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. പിന്നെ നമ്മുടെ കേരളയിൽ തന്നെ ആയതുകൊണ്ട് കേരള ഇൻ എഡ്യൂക്കേഷൻ, അല്ലെ? കേരള ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനിൽ SCRT, പിന്നെ കൈറ്റ്, സമഗ്ര, ലിറ്റിൽ കൈറ്റ്സ്,
അങ്ങനെയുള്ള കേരള ഗവൺമെൻറ് പുതിയ പദ്ധതികളെ പറ്റിയൊക്കെ ചോദിക്കാം. പിന്നെ കുട്ടികൾ ബേസിക്കലി നേരിടുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോഴത്തെ തൂഫാൻ പോലുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുട്ടികളുമായിട്ടുള്ള ലെവലിലെ യെല്ലോ ലൈൻ എന്താണ്, പിന്നെ നമ്മൾ കടന്നു വരുന്ന ഏരിയാസ്, കഴിഞ്ഞ തവണകളിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വയനാട്ടിൽ നിന്നുള്ള ആൾക്കാരോടൊക്കെ ഗോത്ര സാരഥിയെ പറ്റി, കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാഷണൽ എഡ്യൂക്കേഷണൽ ബോഡീസ്, അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. NCERT എന്താണ്, UGC എന്താണ്, UGC ഒക്കെ എപ്പോഴും വാർത്തകളിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ നാഷണൽ എഡ്യൂക്കേഷൻ ബോഡീസിനെ പറ്റി ചോദിക്കാം. അങ്ങനെ കഴിഞ്ഞ തവണ നടന്ന നമ്മുടെ കുട്ടികളുടെ ഉദ്യോഗാർത്ഥികളുടെയൊക്കെ അവരോട് ചോദിച്ച ഇൻ്റർവ്യൂസിൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഞങ്ങൾ കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോഴൊക്കെ NCE എക്സാംസും ഒക്കെ നടക്കാറുണ്ട്, HSA ഇൻ്റർവ്യൂ നടക്കാറുണ്ട്. സാധാരണ രീതിയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂ ബാച്ചുകൾ ഇവിടെ നടക്കാറുള്ളതാണ്. അപ്പോൾ കുട്ടികളുമായിട്ട് നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻസ് അവരോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ, ആ ഒരു ഡേറ്റാബേസിനെ ബേസ് ചെയ്തിട്ട് ഏകദേശം 500ഓളം ഏരിയാസ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് 500ഓളം ഏരിയാസ് ആണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ്, അവ എങ്ങനെ വേണം, എങ്ങനെയാണ് അവ കൈകാര്യം ചെയ്തത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾ ഇൻ്റർവ്യൂ പരിശീലനത്തിൽ, ഇൻ്റർവ്യൂവിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇൻ്റർവ്യൂവിൻ്റെ പരിശീലനത്തിൽ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. 1-to-1 സെഷൻസ് കൈകാര്യം ചെയ്യും. 1-to-1 സെഷൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കുട്ടികളെ കൃത്യമായി മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് എന്താ കാണുന്നത്, എൻ്റെ ബോഡി ലാംഗ്വേജ് എനിക്ക് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ, ആ രീതിയിൽ റെക്കോർഡഡ് സെഷൻ തരികയും റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യാനുള്ള ഒരു അവസരം തരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതിന് ട്രിഗറിങ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, പറയത്തില്ലേ സാധാരണ രീതിയിൽ നമ്മളെ ചൊറിയുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് ഈ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന, ഇൻ്റർവ്യൂവിൻ്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കത്തില്ല നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ആ ടൈമിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് ആ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണ് വിജയിക്കാറുള്ളത്. അപ്പം അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെയും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ HSST ഇൻ്റർവ്യൂവിൻ്റെ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യണോ, താല്പര്യമുണ്ടോ, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഇതിന് ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങളെ കണക്ട് ചെയ്യേണ്ട നമ്പർ 8589083568 എന്ന നമ്പറാണ്. അതിൽ നമ്മുടെ ഓരോ വിഷയത്തിനും എക്സ്പെർട്ടായിട്ടുള്ള അധ്യാപകരുണ്ടാകും. നമ്മൾ കൈകാര്യം ചെയ്ത, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം സംസ്കൃതം പോലുള്ള സബ്ജക്റ്റുകളിലൊക്കെ ആണെങ്കിലും കോമൺ പോയിന്റ്സിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ഈ തന്നിരിക്കുന്ന വിഷയങ്ങളിലെ ഏത് സബ്ജക്റ്റിലുള്ളവരായാലും ഞങ്ങളെ കണക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കോമൺ പോയിന്റിൻ്റെ ക്ലാസ്സുകളും കിട്ടും. അതോടൊപ്പം തന്നെ ഞങ്ങൾ സ്പെഷ്യൽ ചെയ്യുന്ന കുറച്ച് സബ്ജക്റ്റുകളുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകളും ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂവിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. വീണ്ടും ഞാനൊരു കാര്യം പറയുന്നു, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കേരളത്തിലുള്ള കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസും അവരുടെ ക്വസ്റ്റ്യൻസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അതിനോട് ഭാഗമാക്കിയേക്കും. വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.